ഹലോ ഗൈസ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. നമുക്കൊരു ചീര ചെമ്മീൻ തോരൻ ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ പാൻ വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കടുക് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടോ കടുക് പൊട്ടിയത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ചീര ഇടാം. ഞാൻ ഇടുന്നത് ഫ്രോസൺ ചീരയാണ്. ഇത് ഞാൻ തനിമലയുടെ വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതുണ്ടായിരുന്നു, പക്ഷേ സ്മൂത്തിക്കൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് ഭയങ്കര എളുപ്പമായിട്ടൊരു പരിപാടിയാണ്. പിന്നെ ഞാൻ ചെമ്മീൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ ചെമ്മീൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചീര വേഗം വെക്കുന്നത്, ബിക്കോസ് അത് ഫ്രോസൺ ആണല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മൂടി വെച്ചൊന്ന് ആവി കയറ്റുമ്പോഴേക്കും ചീര ഇതുപോലെ അലുത്ത് വരും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയുടെ അരപ്പുണ്ടാക്കാം. കുറച്ച് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, തേങ്ങ ഇത്രയും ചേർത്ത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒതുക്കി എടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് അരഞ്ഞു പോയിട്ടുമില്ല. ചീരയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ചെമ്മീൻ വേവിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ചെമ്മീൻ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, വലിയ ചെമ്മീൻ ആയതുകൊണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തേങ്ങയുടെ അരപ്പിടാം. ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഈ ചെമ്മീൻ കറിയിലേക്ക് തേങ്ങ കഴിക്കാനാണ് ഇഷ്ടം. ആ ചെമ്മീൻ്റെ ഫ്ലേവറോട് കൂടിയുള്ളത് കഴിക്കാനാണ് ഇഷ്ടം. ചെമ്മീൻ കഴിക്കാൻ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ചധികം തേങ്ങ എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ തേങ്ങാരപ്പം ഒന്ന് വേവാനായിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ലാസ്റ്റായിട്ട് ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി ചീര ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീര ഒന്നരിഞ്ഞ് കഷ്ടപ്പെടേണ്ട, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.